വാടി വാടി. കോഴിക്കച്ചവടമൊക്കെ പിന്നെ ഇന്ന് എന്തെങ്കിലും നടക്കും. എവിടെടാ പന്ന ശിഖാമണി? ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സ്റ്റേഷൻ മാഷ്. ഞാനും എന്റെ പിള്ളേരും ഇനിയും കാട്ട് കയറും, തടിയും വെട്ടും. അവനാ തീവണ്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെട്ടാലുണ്ടല്ലോ ഈ തമ്പി ആരാണെന്ന് അവനറിയും. പോയി പറഞ്ഞേക്കവനോട്. നിങ്ങൾ എന്നിട്ട് അവനെ നോക്കിട്ടോ. വണ്ടിയാണ്. എത്ര നേരം കൊണ്ട് തള്ളുന്ന ഞാനില്ലായിരുന്ന കാണായിരുന്നു. ഒന്നെന്നെ കയറ്റണ വണ്ടിയില്. അണ്ണ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടി തരണ. ആമനയ്ക്കുള്ള സാധനം കൊടുത്തിട്ട് ഞാൻ ഇപ്പം വരാം. ആമിനോ, ചാക്കെടുത്ത് ഈടായിട്ട് എനിക്ക് പൊക്കം കുറഞ്ഞോ എന്നൊരു സംശയം. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴി വക്കിൽ വെളിക്കൽ നിന്നവളെ ആരും കണ്ടില്ല. അതെ ചന്തുവേട്ടാ. അതെ ചന്തുവേട്ടാ, കാതർക്ക് എന്നെ നിക്കാഹുറപ്പിക്കാൻ പോവാ. അല്ല മൊഞ്ചുള്ള ചെക്കനാ. അതെന്താ എന്റെ മൊഞ്ച് കൊള്ളത്തില്ലേ? കൊള്ളാം, പക്ഷേ ഒരു ആദ്യം ശിഖാമണി ചേട്ടനെ പോലെ കാട്ടിലൊക്കെ പോയി തന്റെ ഇടമുള്ള ഒരാണായിട്ട് വാ. ആണാവാൻ കാട്ടിൽ കയറണം. വേണം. നിനക്കറിയാലോ അമന, ഞാൻ കാട് കയറുമ്പോ പകുതി ചെല്ലുമ്പോ എനിക്ക് വിശക്കും. അപ്പൊ എനിക്ക് ഓർമ്മ വരും ചോറും മീൻകറിയും പൊട്ടും കടലയും അപ്പോ മുട്ടയും. പിന്നെ വല്ലതും നടക്കുവോ? എന്ത്? ഓ, നേരത്തെ ചോദിച്ചത്. പാഷാണത്തിക്രിമി. കൊതിപ്പിക്കല്ലേ. ഞാനൊന്ന് കാട്ടി പോയാലോ? ആദ്യം വീട്ടിലോട്ടൊന്ന് വാ, എന്നിട്ട് തീരുമാനിക്കാം കാട്ടി പോണോന്ന്. അയ്യോ, അതെ, വേഗം വീട്ടിലോട്ട് ചെല്ല്, അല്ലെങ്കിൽ പെമ്പർ നോത്തി കാട് കയറും. സത്യം. മോളെ, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. എനിക്ക് ഞാൻ തരാടോ. ഇന്നലെയും സേലം വണ്ടി ലേറ്റ് അടിച്ച്. ആമ സാർ, വൈകുന്നേരം രാമയ്യൻ താമസിക്കണ്ട, നേരത്തെ കഴിഞ്ഞ് പോരെ. നാളെ ഞാൻ ചിലപ്പോ ലീവായിരിക്കും. മാഷേ എന്താ? വണക്കം സാർ. ശരി. ആ ശിഖാമണിയെ കണ്ടോ? ഇല്ല. എന്താ? ആ തമ്പി കോണ്ടാക്ട് അന്വേഷിക്കുന്നുണ്ട്. എന്താ മാഷ പ്രശ്നം? ഓ, അപ്പൊ അത് അവന്റെ ആൾക്കാരായിരുന്നല്ലേ. കാട്ടിലെ മരം കൊണ്ടുപോയിക്കോട്ടെ, കൂട്ടത്തിൽ ട്രാക്കിലെ മരം കൂടെ കൊണ്ടുപോകണമെന്ന് വെച്ചാ അതവൻ സമ്മതിക്കത്തില്ല. ആ രണ്ടെണ്ണത്തിന് നല്ല പണി കൊടുത്തിട്ടാ വിട്ടിരിക്കുന്നത്. എന്റെ റബ്ബേ, ഇനി ആ തമ്പി വെറുതെ ഇരിക്കോ? ആ പകയൻ എവിടെയാ ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ മാഷേ. നിക്ക്, ഞാനും വരാം. സാറൊരു പോലീസുകാരനല്ലേ, ഒന്ന് പിടിച്ചു മാറ്റി സാറേ. നിനക്കെന്റെ ശവം കാണുമല്ലേ? അവന് പ്രാന്താ. മതം പൊട്ട് നിൽക്കാനോടെ. ശിഖാമണി, വേണ്ട, വേണ്ടെന്നാ പറഞ്ഞത്. തമ്പി, താനിപ്പോ അവന്റെ അടുത്തേക്ക് പോണ്ട. അറിയാമല്ലോ അവന്റെ സ്വഭാവം. എന്നോട് പറഞ്ഞ പണി ചെയ്താ പോരെ? റെയിൽവേയുടെ സാധനം ആരാടാ പറഞ്ഞേ? കയറാൻ വേണ്ടിയില്ലേ? മാഷേ, കലിയടങ്ങുമ്പോ ഓൻ വന്നോളൂ. ഓരമ്പോ ട്രാക്കിൽ ഓരം പോടാ, കേറിപ്പോടാ. എനിക്ക് നീ മട്ടുന്നാനാ? പോ.
ട്രെയിൻ വരുമ്പോ ട്രാക്കിലേക്ക് കൂടാതെ എത്ര വാട്ടി சொல்ல நான் മാറ് കാട്ടിക്കുള്ള പോ ആ വാ വാ ആ കയറിക്കോ വാ ആ ഗ്രീൻ റവല്യൂഷൻ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകർ കൂടിയാണ് ഇവരെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് ചെല്ലപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് തീവ്രവാദികൾ കൊരങ്ങണിക്കാടുകളിലേക്ക് രക്ഷപ്പെട്ടത്.
തമിഴ്നാട് ആന്ധ്ര എന്നോടാ അതിർത്തിയിൽ ചോദിച്ചേ. നിന്നുമാണ് അറിഞ്ഞോ? 3 തീവ്രവാദികൾ വല്ലതും കണ്ടോ? കൊരങ്ങണിയിൽ എത്തിയിരിക്കുന്നത്. ഇവരെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്നുമാണ് 3 തീവ്രവാദികളും കൊരങ്ങണിയിൽ എത്തിയിരിക്കുന്നത്. 3 അംഗ സംഘത്തിൽ ഒരു സ്ത്രീയും ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രീരംഗപട്ടണം നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർ. രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് ചെല്ലപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് തീവ്രവാദികൾ കൊരങ്ങണി കാടുകളിലേക്ക് രക്ഷപ്പെട്ടത്. തീവ്രവാദികൾ ഗ്രീൻ റവല്യൂഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകർ കൂടിയാണ് ഇവരെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. മണി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി അഥവാ ആരെങ്കിലും കാട്ടിക്കണ്ട അങ്ങോട്ട് നോക്കണ്ട. കണ്ടത് പറഞ്ഞ കഞ്ഞി കിട്ടാത്ത കാല. പറയാതിരുന്ന ഉണ്ട കിട്ടുന്ന കാല, ഗോതമ്പുണ്ട. എന്താടോ ഇത്? ശിഷ്ടകാലം മനസമാധാനം തരില്ലെന്ന് വെച്ചാ ഇവറ്റകൾക്ക് വേറെ ഒരു കാടും കിട്ടിയില്ല ചാടാൻ. സ്വസ്ഥതയോടെ ഇരിക്കാനാ ഈ കാട്ടുമുക്കിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചത്. ഫോർട്സ് ഒക്കെ എത്തിയോടോ? എല്ലാരും നേരത്തെ എത്തി സർ. സാറാണ് അവസാനം എത്തിയത്. അതിനെന്താടോ? ആകാശം ഒന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. താൻ കാര്യം പറ. നമ്മുടെ ഒരു സ്പെഷ്യൽ ടീം കാടിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സർ. പിന്നെ അത് ഈ റേഞ്ചറെ കിട്ടിയിട്ടുണ്ട്. അയാൾക്കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നാ പറയുന്നത്. ആഹാ, എന്താടോ ഇത്? സോറി, താൻ ആരെങ്കിലും ഈ കാട്ടിനകത്ത് കണ്ടോ? ഇല്ല സാർ. സത്യം പറഞ്ഞോ, വലിയ പുള്ളി. സത്യമായിട്ടും. എടോ, ഈ ടെററിസ്റ്റുകൾ ചാടി എന്ന് പറയുന്ന ഏരിയ തനിക്കറിയോ? അത് നടക്കാനുള്ള ദൂരമുള്ളൂ സാർ. നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നിട്ടാണോ ജീപ്പ് കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയത്? പക്ഷെ 2-3 ദിവസം നടക്കണം സാർ. 2-3 ദിവസം നടക്കണം. എടോ, താൻ ആള് കൊള്ളാലോ. ഈ കൊരങ്ങണിയിൽ തിക് ഫോറസ്റ്റ് ഏരിയ എവിടെയെന്നാണ് ചോദ്യം. അറിയാത്തത് പറയണ്ടാട്ടോ. അറിയില്ലല്ലോ. എടോ, സമയമില്ല. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് കാടിനകത്ത് കയറിയിട്ടുണ്ട്. അവർക്ക് വഴിയൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്രയും മതിയോ? തന്റെ റേഞ്ച് ഏതാ? എന്റെ റേഞ്ച് ദൈവമേ, മൊത്തം പോലീസിനെ ആരെങ്കിലും പുലി പിടിച്ചോ? ഉമ്മ ചോദിച്ചത് കേസ് കൊടുത്താൻ തോന്നുന്നു. ഇവനറിയാം സാർ. എന്ത്? ഈ പരുന്നുംപാറയിലേക്ക് എങ്ങനെയാ പോന്നെ? അത് പറഞ്ഞായിരിക്കും സാർ. പറഞ്ഞു കൊടുക്കട, പോലീസാ. ട്രാക്കിലൂടെ നേരെ നേരെയാണ് സാർ, നേരെയാണ്. 6 മൈലെത്തുമ്പോ ഒരു 4 കിലോമീറ്റർ മേപ്പോട്ടങ്ങ് ഒരു 4.5 കിലോമീറ്റർ വരും. നമ്മളന്ന് പോയതല്ലേടാ അല്ലേ? എന്റെ പണികൾ തന്നെയൊക്കെ ആരോടോ റേഞ്ചർ ആക്കിയത്? ആഗ്രഹിച്ച് കിട്ടിയല്ല സാർ, അച്ഛൻ മരിച്ചപ്പോ കിട്ടിയത്. തനിക്ക് മക്കളുണ്ടോ? ഓ, ഈ കാടിന്റെ ഭാഗ്യം. ഞങ്ങളുടെ പാടോ. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ. അവര് 3 പേരിറങ്ങിയിട്ട് നിറച്ച ആയുധങ്ങളും. അതെ അതെ, എല്ലാരും സൂക്ഷിച്ചോ. സാറും ശരിയാ. തോക്കുണ്ട്, ബോംബുണ്ട്, ടാങ്ക് ഉണ്ട്. നാണാവില്ലടോ, കുറെ കാലമായി അതുണ്ട് ഇതുണ്ട്. സ്വന്തമായിട്ട് വല്ല ഉണ്ടോ? എന്ത്? കോഴി. അപ്പൊ ഭാര്യയും പിള്ളേരോ? അതും അതൊക്കെ വേറെ. എന്ത് കറക്റ്റ്? കൊറേ നാളായി. കറക്റ്റ്. അതെ, സാർ. ഒരെണ്ണം പോയി കിട്ടി. ഇനി 2 എണ്ണം കൂടി ഉണ്ടല്ലേടോ? അതെ സാർ. ഡോ, അവര് കണ്ടിട്ട് പോട്ടോ. മാറ, താൻ വാ. ഇതാണ് തീവ്രവാദി.